ഹലോ, എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നോക്കാനായിട്ട് പോകുന്നത് സെലീനിയം വെബ് ഡ്രൈവറിന്റെ സീരീസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ സെലീനിയം ഐ ഡി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നതാണ് സെലീനിയം വെബ് ഡ്രൈവർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് ഇപ്പം നമ്മൾ ഈ ചാനലിലൂടെ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ മാനുവൽ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. then അത് കഴിഞ്ഞ് SQL എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെലീനിയം ഐ ഡി. ഓക്കെ, ഇവിടെ തൊട്ട് നമ്മുടെ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സെലീനിയം ഐ ഡി തൊട്ട് നമ്മുടെ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഓട്ടോമേഷനിൽ വരുന്നതാണ് ഈ സെലീനിയം ഐ ഡി എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ജാവ ഉണ്ട്, സെലീനിയം വെബ് ഡ്രൈവർ ഉണ്ട്, പിന്നെ കുറച്ച് മൊഡ്യൂൾസും കൂടി ഉണ്ട്. ഇതിൽ ഞാൻ അയ്യോ അവിടെ പോയി ഞാനിപ്പോൾ സിസ്റ്റം ചാർജിൽ ഇട്ടോക്കണം, അപ്പോൾ അത് ഭയങ്കര ഹാങ് ആയതാണ്. ഇതിൽ നമുക്ക് ജാവയും സെലീനിയം വെബ് ഡ്രൈവറും ആണ് ഇപ്പൊ കവർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നേരിട്ട് സെലീനിയം വെബ് ഡ്രൈവറിലോട്ട് കയറാം, ജാവ പഠിക്കേണ്ട ആവശ്യമില്ല. അതല്ല ഞാൻ ഒരു പുതിയതായിട്ടാണ് വരുന്നത്, എനിക്ക് ജാവ അറിയില്ല എന്നാണെങ്കിൽ നമ്മൾ എന്താക്കുന്നുണ്ട്, ഈ സെലീനിയം വെബ് ഡ്രൈവറിനോടൊപ്പം തന്നെ പാരലൽ ആയിട്ട് ജാവയുടെ ഒരു സീരീസും കൂടി വരക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ സീരീസ് ജാവ കണ്ടതിന് ശേഷം സെലീനിയം വെബ് ഡ്രൈവർ വന്ന് കണ്ടാലും മതി. ഓക്കെ, അതല്ല എനിക്ക് ജാവ അറിയാം എന്നാണെങ്കിൽ നമുക്ക് നേരിട്ട് എന്താക്കാം, സെലീനിയത്തിലോട്ട് കയറാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? നമുക്ക് സെലീനിയം വിത്ത് ജാവ എന്ന് മാത്രമല്ല, സെലീനിയം വിത്ത് പൈത്തണും കൂടിയും ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ഇപ്പൊ ചെയ്യുന്നില്ല, പിന്നീട് ഒരിക്കലും നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് പൈത്തൺ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോർ പൈത്തന്റെ സീരീസ് ഈ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ സീരീസിൽ വരുന്നത് വെബ് ഡ്രൈവർ ആണ്, സെലീനിയം വെബ് ഡ്രൈവർ ആണ്. പിന്നീട് ഇതിനോടൊപ്പം തന്നെ പാരലൽ ആയിട്ട് നമ്മുടെ ജാവയുടെ സീരീസും കൂടി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തമ്മനെയിൽ നോക്കുക, ടൈറ്റിൽ നോക്കിയിട്ട് ഏതാണ് സീരീസ് എന്ന് നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ജസ്റ്റ് ഇങ്ങനെ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ വന്ന് നോട്ടിഫിക്കേഷൻ വന്നു വെച്ചിട്ട് അതെടുത്ത് കാണാതെ ഒരു പ്ലേലിസ്റ്റ് എടുത്തിട്ട് പ്രോപ്പറായിട്ട് 1 by 1 ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അതാണ് ഒരുപാട് പേർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. ചിലപ്പോൾ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല, പിന്നീട് മൂന്നാമത്തെയും വരുന്നതായിരിക്കാം. അപ്പൊ നിങ്ങൾ മൂന്നാമത്തെ നേരിട്ടെടുത്ത് കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് ചിലർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് 1 by 1 ആയിട്ട് പഠിച്ചിട്ട് വരാം, പ്ലേലിസ്റ്റിൽ നിന്ന് തന്നെ നേരിട്ട് പഠിച്ചിട്ട് വരാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ നമ്മുടെ സെലീനിയം വെബ് ഡ്രൈവറിന്റെ സീരീസ് ആണിത്. ഇതിൽ നമ്മൾ ഇന്ന് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് നമുക്ക് വേണം, എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു ഐ ഡി യൂസ് ചെയ്യണം. അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എക്ലിപ്സ് ഐ ഡി ആണ്. ഓക്കെ, ഞാൻ എക്ലിപ്സിന്റെ ഈ ലിങ്ക് എന്താക്കാം, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ദേ ഇവിടെ ഗെറ്റ് എക്ലിപ്സ് ഐ ഡി എന്ന് കണ്ടോ, ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഒരു 114 MB ഒക്കെയാണ് വരുന്നത്. അത് ജസ്റ്റ് നോർമലി ഡൗൺലോഡ് ചെയ്യുക, നോർമൽ ഇൻസ്റ്റാളേഷൻ ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാം നിങ്ങൾ. ദെൻ പിന്നെ നമുക്ക് വേണ്ടത് JDK 15 ആൻഡ് JDK 16 വേണം. നമ്മുടെ സെലീനിയം വെബ് ഡ്രൈവർക്ക് JDK 16 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 16 ഓർ എബവ് വേർഷൻ ആണ് സെലീനിയം വെബ് ഡ്രൈവർ റൺ ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, പിന്നെ പ്ലസ് കുറച്ച് ജാർ ഫയൽസും കൂടി വേണം. സെലീനിയം റൺ ചെയ്യാനായിട്ട് കുറച്ച് ജാർ ഫയൽസും കൂടി വേണം. അപ്പൊ ഞാൻ എന്താക്കുന്നുണ്ട്, അതൊക്കെ കൂടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെലീനിയം നോട്ട്സ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ദെൻ അതിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യാം. അതൊന്ന് റീഫ്രഷ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്, ഏതെന്തോ നെറ്റിൻ്റെ എന്തോ ഇഷ്യൂ വന്നതാണ്. സോഫ്റ്റ്വെയർസ്
യാ ദേ ആ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഒരു ജാറിൻ്റെ സിപ്പ് ഫയലും ഒരു ജെ ഡി കെ 15 ആൻഡ് ജെ ഡി കെ 16 വി എക്സ് സി ഫയലും കിടപ്പുണ്ട്. അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾ എന്താക്കുക, ഡൗൺലോഡ് ചെയ്യാനായിട്ട് നോക്കാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡി ഡ്രൈവിൽ കൊണ്ടുവിടാം. ഓക്കെ, ഡി ഡ്രൈവിൽ സെലീനിയം ജാർസ് എന്ന് പറഞ്ഞിട്ട് ആ ജാർ ഫയൽ ഇവിടെ കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിലുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ എന്താണ്, നിങ്ങളുടെ ജെ ഡി കെ ഫയൽസും നിങ്ങളുടെ ഇവിടെ തന്നെ കൊണ്ടിട്ടോളൂ, ഈ ഡ്രൈവിൽ തന്നെ കൊണ്ടിട്ടോളൂ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ജെ ഡി കെ ഫയൽസും ഡ്രൈവിൽ തന്നെ കൊണ്ടിടാം. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു, എക്ലിപ്സ് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ദെൻ ജെ ഡി കെ 16 ജെ ഡി കെ 15 ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യും കൂടിയും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ എക്ലിപ്സ്, ജെ ഡി കെ 16 ആൻഡ് ജെ ഡി കെ 15, ജെ ഡി കെ ജെ ഡി കെ 15, ഈ മൂന്നെണ്ണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ എന്താണ്, ഒരു ജാർ ഫയൽ ഉണ്ടാവും, അത് ഡി ഡ്രൈവിൽ കൊണ്ടുപോയിട്ട് എന്താക്കാം, എക്സ്ട്രാക്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്ലിപ്സ് ഓപ്പൺ ചെയ്യാം. എക്ലിപ്സ് എക്ലിപ്സ് ഐ ഡി ഫോർ ജാവ ഡെവലപ്പേഴ്സ് ഉണ്ടായിരിക്കും, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആവട്ടെ കേട്ടോ. ഓക്കെ, എക്ലിപ്സ് ഓപ്പൺ ആയതാണ്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയായിരിക്കില്ല വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്താക്കാം, ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഇങ്ങനെയാണ് വരുന്നത്, ഓൾറെഡി എക്ലിപ്സ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ എന്താക്കാം, ഫയലിൽ ന്യൂ എടുക്കുക, അതിൽ ജാവ പ്രൊജക്റ്റ് എടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഷാനിംസ് അക്കാദമി എന്ന് കൊടുക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക, ഷാനിംസ് അക്കാദമി. മാത്രമല്ല, ഇപ്പോൾ രണ്ട് വേർഡ് വരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു അണ്ടർ സ്കോർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ്, ഇവിടെ ക്രിയേറ്റ് മൊഡ്യൂൾ ഇൻഫോ ഡോട്ട് ജാവ എന്നുള്ള ഫയൽ ചിലപ്പോൾ ചിലരുടെ ടിക്കായിട്ട് ടിക്ഡ് ആയിരിക്കും. നിങ്ങൾ എന്താക്കുക, അതൊന്ന് അൺടിക്ക് ചെയ്യുക. ഓക്കെ, അതല്ല നിങ്ങളുടെ ചിലപ്പോൾ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഭാഗമേ ഉണ്ടാവില്ല, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ടിക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവാം. അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അടിക്കുമ്പോൾ എന്താ വരാം, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കമാൻഡ് വരും, അപ്പോൾ അത് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് വരും. അപ്പോൾ അതിൽ നിങ്ങൾ ഡോൺ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഒന്നെങ്കിൽ ആ മൊഡ്യൂൾ അൺടിക്ക് ചെയ്യുക, അതല്ല മൊഡ്യൂൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രോംപ്റ്റ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡോൺ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. അത് നമുക്ക് ആ മൊഡ്യൂൾ നമുക്ക് ഇതിൽ ആവശ്യമില്ല, നമ്മുടെ സെലീനിയത്തിൽ ആവശ്യമില്ല. അപ്പോൾ എന്താക്കി, നമ്മളിവിടെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ പ്രോജക്റ്റിൻ്റെ അണ്ടറിലായിരിക്കും ഒരു പാക്കേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനുള്ളിലായിരിക്കും എന്താക്കുക, നമ്മൾ ക്ലാസ്സസ്, നമ്മുടെ പ്രോഗ്രാമുകൾ എഴുതുന്നുണ്ടായിരിക്കും, അതിനുള്ളിലായിരിക്കും. ക്ലിയർ ആയോ? ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു പാക്കേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അതിനുള്ളിലായിരിക്കും ക്ലാസ്സുകൾ എഴുതുന്നുണ്ടായിരിക്കാം. ഈ ക്ലാസ്സുകളിലൊക്കെ കൂടെ ഒരു കളക്ഷൻ ആയിരിക്കും എന്ത്, ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് പാക്കേജുകളുടെ കളക്ഷൻ ആയിരിക്കും ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഷാനിംസ് അക്കാദമി എന്നുള്ള റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂല് പാക്കേജ് എടുക്കാം, ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്.
ഓക്കെ, ഞാനിവിടെ വെബ് ഡ്രൈവർ എന്ന് പേര് കൊടുക്കുന്നു. കണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ അല്ല പാക്കേജിന്റെ പേര് കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്മോൾ ലെറ്ററിലാണ്. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു വാണിംഗ് പോലെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വെബ് ഡ്രൈവർ പ്രോഗ്രാംസ് എന്ന് ഞാൻ പേര് കൊടുത്തു. ദെൻ ഫിനിഷ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താക്കാം, ന്യൂവിൽ നമ്മൾ ഇവിടെ ഒരു ക്ലാസ് എന്നുണ്ട്, ആ ക്ലാസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ് എന്ന് വെച്ചാൽ പുതിയൊരു പ്രോഗ്രാം എഴുതാനാണ് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഞാൻ എന്താണ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ളൊരു ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമ്മൾ ഇതിൽ പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. പാക്കേജിന്റെ പേര് കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്ററിലും, പ്രൊജക്റ്റിന്റെയും ക്ലാസിന്റെയും പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലുമാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആയോ? ദെൻ ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ടിക്ക് ചെയ്തു, ദെൻ ഫിനിഷ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ സാമ്പിൾ പ്രോഗ്രാമിന്റെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ ലാബ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ സാമ്പിൾ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റപ്പ് ചെയ്ത് ലാബ് സെറ്റപ്പ് ചെയ്ത് വെക്കാം. ആൻഡ് താങ്ക് യു.